മിലനിലെ സാരി ഉടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞ ബ്രൈഡുണ്ട്. എനിക്ക് തോന്നുന്നൊരു ബ്രൈഡ് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നതന്നെ മിലനിലെ സാരി ഉടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ടെസ്റ്റിമണിയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ആ ലെവലിലേക്ക് നമുക്ക് വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഉടുപ്പിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് പെർഫെക്റ്റ്, മോഡലിന്റെ ബ്ലൗസും പെർഫെക്റ്റാ. ഹീൽസ് ഒക്കെ ഇട്ട് ഞങ്ങൾ വെയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണാടിയിലൊക്കെ നമുക്ക് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഭയങ്കര സീൻ. അവിടെ ബ്രൈഡ് കരയുന്നു, ബ്രൈഡിന്റെ അപ്പം കരയുന്നു, ഭയങ്കര ഇമോഷണൽ പ്രോബ്ലംസ്. ഞാൻ ആദ്യം ഞെട്ടിപ്പോ എന്താ പറ്റിയത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ കരയുന്നത് നിങ്ങൾ? അപ്പം സന്തോഷം കൊണ്ടുള്ള കാര്യത്തില്ല. നമ്മുടെ കസ്റ്റമേഴ്സിന് അങ്ങനെ ടൗണിന്റെ തിരക്കിനിടയിൽ വന്ന് വാങ്ങിക്കണമെന്ന് നിർബന്ധമുള്ളവരല്ല. അവര് മില്ലിന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ അവർ എവിടെയും വരുമെന്ന് എനിക്കറിയാം. വെഡിങ് ഷോപ്പിംഗ് മില്ലനി എന്നാണെന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റാറ്റസിന്റെ ഭാഗമാണ്. ആ ഒരു ഗ്രോത്ത് എങ്ങനെയാണ് മാം നോക്കി കാണുന്നത്? അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്. എനിക്ക് എൻ്റെ വെഡിങ് ഷോപ്പിംഗ് മില്ലനി എന്ന് തന്നെയാണ് സാരി എടുക്കുന്നത്. ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് പറയണം. എനിക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ എന്താവണം, എന്താണ് നമ്മുടെ ബ്രാൻഡ് എങ്ങനെയായി പോകണം എന്നുള്ളത് നമുക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മിക്സ് മാച്ച് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നത്. അത് ആക്ച്വലി കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു കോൺസെപ്റ്റിലായിരുന്നു. കുറേ സാരി പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇവിടെ സ്റ്റോർ ഇടുന്നത്. ബിക്കോസ് നമുക്കിങ്ങനെ പറയാൻ പറ്റി, യു ക്യാൻ ബി എ ഡിസൈനർ, യു ക്യാൻ ഡിസൈൻ യുവർ ഔട്ട്ഫിറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ക്യാമ്പയിൻ ചെയ്തു. അപ്പൊ തന്നെ ആൾക്കാർക്കായി അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് ആദ്യത്തെ ഒരു സംഭവമായിരുന്നു. അങ്ങനെയാണ് മിലൻ മൗത്ത് പബ്ലിസിറ്റി വഴി ഭയങ്കരമായിട്ട് മൗത്ത് പബ്ലിസിറ്റി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹായ്, ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരു റെവല്യൂഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു ഷേർലി റെജിമോൻ മാം. വെൽക്കം. താങ്ക് യു. ഓക്കെ മാം, മിലൻ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടേ വളരെ കേട്ട് സുപരിചിതമായിട്ടുള്ളൊരു ബ്രാൻഡാണ്. എനിക്ക് തോന്നുന്നു 2010 തുടങ്ങിയ സംരംഭമാണ്. പിന്നെ മെയ്ഡ് ബൈ മിലൻ, മാസ്റ്റർ പീസ് ബൈ മിലൻ, ആൻഡ് ജൂലൈ 4 മിലൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഇനോഗ്രേറ്റ് ആവാൻ പോവാണ്. സോ ആദ്യം തന്നെ ചോദിക്കട്ടെ മാം, ഹൗ ഡു യു ഫീൽ നൗ? ആക്ച്വലി എനിക്ക് ആ ഫീൽ പറയാൻ പറ്റുന്നില്ല. നമ്മളെ കുറേ നാളുകളായിട്ട്, വർഷങ്ങളായിട്ട്, 3-4 വർഷമായിട്ട് ഡ്രീം ചെയ്തുകൊണ്ടിരുന്നൊരു സ്റ്റോറാണ്. അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നമ്മൾ തന്നെ നോക്കി വർക്ക് ചെയ്ത് ഓരോ നോക്ക് ആൻഡ് കോർണർ എൻ്റെ ഹസ്ബൻഡാണ് അത് ഡിസൈൻ ചെയ്ത് അതുപോലെ റെഡിയാക്കി എടുത്തൊരു കൺസ്ട്രക്ഷനാണ് അത്. ബിൽഡിംഗ് ഇറ്റ്സെൽഫ്, ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നതനുസരിച്ച് എനിക്ക് ടെൻഷനായി. ഇതിനകത്ത് എന്താണ് നമ്മൾ വെക്കേണ്ടത്? വെറുതെ സാധനങ്ങൾ വെച്ചാൽ പറ്റില്ല പ്രോഡക്റ്റ്. സോ ഞാനും വർക്ക് ചെയ്തു അതിനു വേണ്ടി. ഞാൻ പറഞ്ഞു ബിൽഡിംഗ് എങ്ങനെ പണിയുന്നു അതിൽ നല്ല സൂപ്പറായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഞങ്ങൾ വെക്കും. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ലാസ്റ്റ് ഓഗസ്റ്റ് ഓൺവേർഡ്സ് ഐ വാസ് വർക്കിംഗ് ഓൺ ദാറ്റ്. അപ്പൊ അതുകൊണ്ട് നല്ല പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട്. എവറിത്തിങ് റെഡി. ഇനി 4th ജൂലൈ ഒന്ന് ആയാൽ മതി. എനിക്ക് തോന്നുന്നു PT ഉഷ റോഡിലാണ്. എന്താണ് അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യാനുള്ള ആക്ച്വലി അത് തന്നെയാണ് മിലൻ ഈസ് ഡിഫറെന്റ് ടോട്ടലി. നമ്മളെ MG റോഡിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറുണ്ട്, കുറച്ചും കൂടെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ വലിയ ഭയങ്കര തിരക്കില്ല. നമ്മുടെ കസ്റ്റമേഴ്സിന് അങ്ങനെ ടൗണിന്റെ തിരക്കിനിടയിൽ വന്ന് വാങ്ങിക്കണമെന്ന് നിർബന്ധമുള്ളവരല്ല. അവര് മില്ലിന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ അവർ എവിടെയും വരുമെന്ന് എനിക്കറിയാം. തീർച്ചയായും. കാരണം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ പണ്ട് തൊട്ടേ മിലനിൽ ഇപ്പോഴും വരലുണ്ട്. അപ്പം MG റോഡ് എന്ന് പറഞ്ഞ സ്ഥലം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ട്രാഫിക്, തിരക്ക്. പക്ഷെ എത്ര ട്രാഫിക് ആണെങ്കിലും തിരക്കാണെങ്കിലും നമ്മൾ മിലനിൽ വരേണ്ടവർ മിലനിൽ തന്നെ വരും. അതെ, ഞങ്ങളുടെ ആദ്യത്തെ MG റോഡിലെ സ്റ്റോറിൻ്റെ ഇപ്പോഴത്തെ മിലൻ ഡിസൈൻ എന്ന് പറയുന്ന സ്റ്റോറിൻ്റെ ഏറ്റവും വലിയ പബ്ലിസിറ്റി അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. ആക്ച്വലി ദ നെഗറ്റീവ് ബിക്കേം പോസിറ്റീവ്. എന്താ ഇത്രയും ബ്ലോക്ക് എന്ന് ചോദിച്ചിട്ടായിരുന്നു ഫസ്റ്റ് ഡേ മുതൽ. ട്രാഫിക് പോലീസിന്റെ പ്രോബ്ലം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അതിൽ നിന്നും മാറി അപ്പൊ കുറച്ച് ലേഡീസിനൊക്കെ പ്രോബ്ലം ഉണ്ടാവും അവർക്ക്. പിന്നെ ഊബറൊക്കെ വന്നതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല. മെട്രോ. അപ്പം പിന്നെ ഞങ്ങൾ തന്നെ ആലോചിച്ചു നമുക്ക് വൈ നോട്ട്, നമുക്ക് ഇച്ചിരി ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോയാലും നമുക്ക് നല്ലൊരു പ്ലേസും നല്ല രീതിയിൽ അത് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളൊരു ധൈര്യം വന്നു. ഈവൻ മെട്രോയുടെ പണി നടക്കുമ്പോഴാണ് നമ്മൾ MG റോഡിൽ വരുന്നത്. അന്നേരം നമുക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ MG റോഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ടും എനിക്ക് 100% ഷുവർ ഷോട്ടാണ് കസ്റ്റമേഴ്സ് വരും. നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ എത്തും. അതെ അതെ. ഇപ്പം മിലൻ നമ്മളിപ്പം മെയ്ഡ് ബൈ മിലൻ, മാസ്റ്റർ പീസ് ബൈ മിലൻ, എല്ലാത്തിലും മിലൻ. ഈ മിലൻ എന്നുള്ള പേരിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? മിലന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു റീയൂണിയൻ. അപ്പം ഞാൻ ആക്ച്വലി സ്റ്റോർ തുടങ്ങുന്നത് തന്നെ ആ കോൺസെപ്റ്റിലാണ്. റീയൂണിയൻ ഓഫ് ഫാബ്രിക്സ്, ഡിസൈൻ, കളേഴ്സ്, അതായത് മിക്സ് മാച്ച് കോൺസെപ്റ്റിലാണ് തുടങ്ങിയത്. അങ്ങനെയാണ് ഞങ്ങൾ മിലൻ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത്. പിന്നെ പക്ഷെ കോയിൻസിഡൻസ് ആയിട്ട് നമുക്ക് മിലൻ ഇങ്ങനെ ഇറ്റലിയിലെ മിലൻ ഫാഷൻ്റെ വേൾഡാണ്, അവിടെ നിന്നാണ് ഏറ്റവും നല്ല ഫാഷൻസ് ഇറങ്ങുന്നതെന്നും അങ്ങനെയൊക്കെ ഓരോരുത്തർ പല കാര്യം പറഞ്ഞു. ചിലർ ചോദിക്കും എൻ്റെ മോൻ്റെ പേര് മിലൻ എന്നാണ്, ചിലർ ചോദിക്കും എൻ്റെ പേര് മിലൻ. പക്ഷെ എനിവേ മിലൻ കേൾക്കാനൊരു ക്യൂട്ട് നെയിമാണ്, നമുക്ക് പറയാൻ എളുപ്പമുണ്ട്. അങ്ങനെയൊക്കെ വന്നതുകൊണ്ട്
പക്ഷെ ഞാൻ വിചാരിച്ചതല്ല, ഞാനും ഹസ്ബൻഡും കൂടെ തീരുമാനിച്ചത് മിലൻ എന്ന് തന്നെ ഇടാം, റീയൂണിയൻ എന്നുള്ള. അപ്പം അങ്ങനെ വന്നൊരു ഭാഗ്യമുള്ളൊരു പേരായി അത്. മിലൻ. ഓക്കെ, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ലൈക്ക് ഇത്രയും ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഷേർലി റെജിമോനെയാണ്. അപ്പം നമ്മളൊരു 15 years ബാക്ക് 2010 പോകുമ്പം അന്ന് ലൈക്ക് മിലൻ ഒന്നുമില്ലല്ലോ. അപ്പോൾ അന്ന് ഈ ഇതുപോലത്തെ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നുള്ളപ്പോൾ എന്തായിരുന്നു മാമിൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്? എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? 2010 മുന്നേ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ടെക്സ്റ്റൈലിലായിരുന്നു, ഇൻഡസ്ട്രിയിലായിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാ സ്ഥലങ്ങളും പോയി ട്രാവൽ ചെയ്യുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളത്, അതുകൊണ്ട് ട്രാവൽ ചെയ്യും. കാർ ഓടിച്ച് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാർ ഓടിച്ച് തന്നെ പോയി എല്ലാം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതും റെയറായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റുകൾ കിട്ടുന്നത് അന്നേ നമുക്ക് ക്രൈസ് ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ അവിടെ കുത്തട്ടുകുളത്തല്ല പിറവത്തുള്ള സ്റ്റോറുകളൊന്നും അത് അത്രയും സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തു. എക്സിബിഷൻസ് ടൗണുകളിൽ വെച്ചപ്പോൾ അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. മോർ ദാൻ 28 എക്സിബിഷൻസ് ഞാൻ ഈ ഒരു 3 years 2010 മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസും ഒരു ഇൻപുട്ടുമാണ്, ഇൻസ്പിറേഷനാണ് നമുക്ക് ഒരു സ്റ്റോറായിട്ട് തന്നെ ഇത് തുടങ്ങണം എന്ന് തോന്നാനുള്ള കാരണം. അപ്പോഴും സെർച്ച് ചെയ്തപ്പം എറണാകുളം ഇസ് ദ ബെസ്റ്റ്. ഞങ്ങൾ കോട്ടയത്തൊക്കെ പോയി ആദ്യം പ്ലാൻ ചെയ്താൽ, പക്ഷേ ദെൻ അഗെയിൻ വി കെയിം ബാക്ക് ടു എറണാകുളം. എറണാകുളം എന്ന് പറയുമ്പം എല്ലായിടത്തു നിന്നുള്ള ആൾക്കാരും വരുന്നതാണ്. പിന്നെ ദ ബിഗ് ജൂവലേഴ്സ് അറിയുക, MG റോഡിൽ എപ്പോഴും ജ്വല്ലറികൾ ഉള്ളതുകൊണ്ടും ബ്രൈഡൽ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ബ്രൈഡ്സ് വരുന്ന റോഡ് MG റോഡാണ്. അങ്ങനെയാണ് അന്ന് MG റോഡിലേക്ക് തുടങ്ങി. പിന്നിപ്പം MG റോഡിൽ മെട്രോ വന്നു, നമ്മുടെ തന്നെ കടകളും ഉണ്ട്. എന്നാലും നമുക്ക് കുറച്ചും കൂടി സമാധാനമായിട്ട് കസ്റ്റമേഴ്സിന് വരാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ ബിൽഡിങ് പണിഞ്ഞ് മാറി. അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. July 4th രാവിലെ 10:30 ഓപ്പണിങ്. ഓക്കെ. ഈ 2010 ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ബൊട്ടി കൾച്ചർ ഒന്നും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്ന കൂടുതൽ ടെക്സ്റ്റൈൽ ഷോപ്സ് ആണ്, റെഡിമെയ്ഡ്സ് ആണ്. നമ്മളാണെങ്കിൽ ഇപ്പം അങ്ങനെ ഷോപ്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പോയി മെറ്റീരിയൽ എടുക്കുന്നു, എവിടെയെങ്കിലും അടുത്ത ടൈലറിങ് ഷോപ്പിൽ പോയി സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നു, അങ്ങനത്തെ ഒരു കൾച്ചറാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം എറണാകുളം പോലത്തെ ഒരു സ്ഥലത്ത് ഒരുപാട് ടെക്സ്റ്റൈൽ ഷോപ്സ് ആണ് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ളത്. അപ്പം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്കാണെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, പീപ്പിൾ എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യോ, ആൾക്കാർ ഇത് എങ്ങനെ ആക്കും എന്നുള്ളൊരു ടെൻഷൻ. ഞാൻ ടെക്സ്റ്റൈൽ അല്ല തുടങ്ങിയത്. എനിക്കതുകൊണ്ട് ടെക്സ്റ്റൈൽ ബാക്കിയുള്ള ടെക്സ്റ്റൈലുമായിട്ടൊരു കോമ്പറ്റീഷൻ എനിക്ക് വരുന്നില്ല. എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു ഫിയറും ഇല്ല. ബിക്കോസ് ഞാൻ ഐ നെവർ തോട്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി എ ടെക്സ്റ്റൈൽ. അത് നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്സ് ആണല്ലോ. അപ്പം അതെ, അതിൽ നിന്ന് അതെ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊടുക്കാനല്ലേ നമ്മൾ. എനിക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ എന്താവണം, എന്താണ് നമ്മുടെ ബ്രാൻഡ് എങ്ങനെയായി പോകണം എന്നുള്ളത് നമുക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മിക്സ് മാച്ച് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നത്. അത് ആക്ച്വലി കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു കോൺസെപ്റ്റിലായിരുന്നു. അതായത് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് സാരി മാനുഫാക്ചേഴ്സ് മെയിൻലി കൽക്കട്ട ആൻഡ് ബനാറസ് ആണ്. അവിടെ നിന്ന് വരുന്ന സാരികളാണ് നമ്മുടെ എല്ലാ കൊമേഴ്ഷ്യൽ സ്റ്റോറുകളിലും വിൽക്കുന്നത്. കാഞ്ചീപുരം സാരി കാഞ്ചീപുരത്തു നിന്ന് വരുന്നു, ബനാറസിൽ നിന്ന് എല്ലാ ടൈപ്പ് സാരികളും വരുന്നു, കൽക്കട്ടയിൽ ഡിസൈനർ സാരീസ് വരുന്നു. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പം ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ടെസർ വരുന്നു. അങ്ങനെ വരുന്ന സാരികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ സാരി അല്ലാതെ നമുക്ക് എങ്ങനെ ഒരു സാരി കൊടുക്കാം എന്നുള്ളൊരു തോട്ടായിരുന്നു. അപ്പം ഞാൻ അവർ കൽക്കട്ടയിൽ എങ്ങനെ സാരി ഉണ്ടാക്കുന്നു, വാരണാസിയിൽ അവരെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് സ്റ്റഡി ചെയ്തപ്പോൾ അവർ എന്താണ് സാരി മെറ്റീരിയൽ എടുക്കുന്നു, ബോർഡേഴ്സ് കൊടുക്കുന്നു, ലേസസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നു, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ആക്സസറീസ് എല്ലാം വാങ്ങിച്ച് നമ്മളിവിടെ അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. സാമ്പിളിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ സാരി പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ടാണ് ഞാനിവിടെ സ്റ്റോർ ഇടുന്നത്. അപ്പോൾ തന്നെ അതൊരു ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കി കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ. പിന്നെ നമുക്ക് ഇല്ലേ തന്നെ പോയി നമ്മളുടെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിലൊരു സന്തോഷം, ആ ഹാപ്പിനെസ് കൊടുത്തു. ബിക്കോസ് നമുക്കിങ്ങനെ പറയാൻ പറ്റി, യു ക്യാൻ ബി എ ഡിസൈനർ, യു ക്യാൻ ഡിസൈൻ യുവർ ഔട്ട്ഫിറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ക്യാമ്പയിൻ ചെയ്തു. അപ്പം തന്നെ ആൾക്കാർക്കായി അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് ആദ്യത്തെ ഒരു സംഭവമായിരുന്നു. അങ്ങനെയാണ് മിലൻ മൗത്ത് പബ്ലിസിറ്റി വഴി ഭയങ്കരമായിട്ട് മൗത്ത് പബ്ലിസിറ്റി ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഡിസൈനേഴ്സ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഗ്രൂപ്പിനെ തന്നെ നമ്മൾ സ്റ്റോറിൽ നിർത്താൻ തുടങ്ങി. അവരെ പഠിപ്പിച്ചു, അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അവരെ ഞാൻ പല സ്ഥലങ്ങളിൽ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി അവരെ കാണിച്ചു, ഇങ്ങനെയൊക്കെയാണ് സംഭവം, നമ്മൾ ഇതുപോലെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു
ബോംബെക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മിലനിൽ ഏതൊരു സ്റ്റാഫിൻ്റെ അടുത്ത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും. കാരണം അവർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. ഓരോ കാര്യങ്ങളും ലൈക്ക് ഇപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ഒപ്പം ഇങ്ങനത്തെ നെക്ക് ചേരും, ഇങ്ങനത്തെ സ്ലീവ്സ് വെച്ചാൽ ഭംഗി ഉണ്ടാവും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അവർക്കാണെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ മിക്കവാറും തന്നെ മീറ്റിംഗ്സ് ഉണ്ട്. എവറി ഡേ ഞങ്ങളൊരു പ്രെയർ ഉണ്ട് എല്ലാവരും. 9:30 ഞങ്ങൾ പ്രെയറോട് കൂടിയാണ് സ്റ്റോർ തുറക്കുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ ചെല്ലാൻ ശ്രമിക്കും. ഞാൻ പോയില്ലെങ്കിൽ ഹസ്ബൻഡ് പോകും, ഇല്ലെങ്കിൽ മോനുണ്ടാവും, ആരെങ്കിലും പോകും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് പറയേണ്ട പോയിന്റ്സ് തലേദിവസമേ പ്ലാൻ ചെയ്യും ഞങ്ങൾ. അപ്പം പിന്നെ മന്ത്ലി ഒരു 2 ടൈംസ് നമ്മൾ മെയിൻ മീറ്റിംഗ് വെക്കും. 9 o'clock വരാൻ പറയും. നമ്മൾ ട്രെയിനേഴ്സിനെ വെച്ച് പറയുന്നതിലും കൂടുതൽ നമ്മളുടെ ഇപ്പം ട്രെയിനേഴ്സ് പറയുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി പറയുന്നതിനേക്കാളും നല്ലത് ജെന്യുവിൻലി നമ്മൾ പറയുന്നതല്ലേ. നമ്മൾ പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലി എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരാവുന്നത്, അല്ലെ കസ്റ്റമർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്. നമ്മൾ കടയിൽ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ക്ലാസ് കൊടുക്കും, അവരോട് പറയും. പിന്നെ കുറച്ചും കൂടെ അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ടല്ലേ, അവർക്ക് എങ്ങനെ എക്സ്പീരിയൻസ്ഡ് കുറച്ചും കൂടെ ആവാം. അപ്പം ഞാൻ ഫാബ്രിക്കിൻ്റെ പേര് വന്നത് പറഞ്ഞ് പഠിപ്പിക്കും. ഇന്ന ഫാബ്രിക് പുതിയത് വന്നിട്ടുണ്ട്, ഇതിൻ്റെ പേര് ഇതാണ്. അപ്പോൾ പിള്ളേർ അത് പഠിക്കണം. അപ്പം ഞാൻ റാൻഡംലി ചിലപ്പം പറയും ഇന്ന ആളോട് ഇന്ന പ്രോഡക്റ്റ് എടുത്തിട്ട് വരാൻ പറയും. അപ്പോൾ അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപ്പിക്കഴിഞ്ഞാൽ ഞാൻ പറയും പറ്റില്ല, ഇത് പഠിക്കണം. കസ്റ്റമറെ അല്ലെ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? നമുക്ക് ആയിരക്കണക്കിന് ഫാബ്രിക് ഉണ്ട്. കസ്റ്റമർ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമറാണ് വരുന്നത്. ടെസർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെസർ എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പഠിക്കണം എന്ന് പറയും. സ്കൂളിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും മിലനി വന്നാൽ പഠിക്കും. പക്ഷെ അതിന്റെ വ്യത്യാസം നമുക്കറിയാം. അവർ എഡ്യൂക്കേറ്റഡ് ആയി കഴിയുമ്പോൾ തന്നെ അവരുടെ കണ്ണിലൊരു പ്രകാശമുണ്ട്, കോൺഫിഡൻസ് വരും അവരുടെ കണ്ണിൽ. ഞങ്ങൾക്കറിയാം ഇത് എന്നുള്ളൊരു കുഴപ്പം. ഇപ്പം ഞാൻ സെയിൽസ് ഗേൾസിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും സെയിൽസ് ഗേൾസ് അല്ല, നിങ്ങളെല്ലാവരും ഡിസൈനേഴ്സാണ്. അങ്ങനെ ചിന്തിക്കണം. ഡിസൈനേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ സെയിൽസിൽ സാരി എടുത്ത് കാണിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പിള്ളേർക്കും സ്റ്റാഫിനാണെങ്കിലും അതൊരു ഭയങ്കര പ്രിവിലേജ് അല്ലേ, അവർക്ക് അങ്ങനത്തെ ഒരു ഡെസിഗ്നേഷൻ കിട്ടുക. അപ്പം ആ രീതിയിലാണ് നമ്മൾ സ്റ്റാഫുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നമ്മൾ വെഡ്ഡിങ് ഷോപ്പിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാറ്റസിന്റെ ഭാഗമായിരുന്നു. ബട്ട് ഇപ്പം മിലനിന്നാണ് ഡ്രസ്സ് വാങ്ങിയത്, കല്യാണം വെഡ്ഡിങ് ഷോപ്പിംഗ് മിലനിന്നാണെന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റാറ്റസിന്റെ ഭാഗമാണ്. ആ ഒരു ഗ്രോത്ത് എങ്ങനെയാണ് മാം നോക്കിക്കാണുന്നത്? അല്ല, ഞാൻ ആക്ച്വലി അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്. മിലനിന്ന് വാങ്ങിക്കണം എനിക്ക് സാരി, എനിക്ക് എൻ്റെ വെഡ്ഡിങ് ഷോപ്പിംഗ് മിലനിന്ന് തന്നെയാണ് സാരി എടുക്കുന്നതെന്ന് ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് പറയണം. അത് ആഗ്രഹിച്ച് തുടങ്ങിയത് കൊണ്ട് ആ പാത്തിൽ തന്നെയാണ് നമ്മൾ പോയത്. മിലനിലെ സാരി ഉടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞ ബ്രൈഡുണ്ട്. എനിക്ക് തോന്നുന്നൊരു ബ്രൈഡ് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നതന്നെ മിലനിലെ സാരി ഉടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ടെസ്റ്റിമണി അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ആ ലെവലിലേക്ക് നമുക്ക് വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? വേറെ ഇഷ്ടംപോലെ. എവറി ഡേ നമ്മളിങ്ങനെ ഓരോ നാടകങ്ങൾ കാണുക. ലാസ്റ്റ് 2 months ബാക്ക് ഞാൻ ആക്ച്വലി ഒരു ബ്രൈഡിനെ, ഞാൻ കുറച്ച് മുമ്പ് വേറെ ആളോട് പറഞ്ഞായിരുന്നു, ഒരു ബ്രൈഡിനെ വൈറ്റ് സാരി എടുക്കാൻ വരുമോ. വൈറ്റ് സാരി എടുക്കാൻ വന്നിട്ട് അപ്പനും അമ്മയും മോളും കൂടെ വരുന്നത്. മോളൊരു ഡോക്ടർ പാവം കുട്ടിയാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് വേണം, പക്ഷെ പറയാനറിയത്തില്ല എന്താ വേണ്ടത്. കാഞ്ചീരം വേണമെന്നറിയില്ല, ഡിസൈനർ സാരി വേണമെന്നറിയത്തില്ല, ബനാറസ്, നമ്മൾ പല 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 സാധനം കാണിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ലിറ്ററലി അവർക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്. അപ്പം നമ്മൾ ശരിക്കും ഹെൽപ്പ് ചെയ്യണം. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് എടുക്കണം. ഒരു കോട്ടയത്തു നിന്നാണ് വരുന്നത്. അപ്പം ഞാൻ അപ്പം തന്നെ വിളിച്ചിട്ട് എൻ്റെ ഒരു ഷൂട്ടുണ്ടായിരുന്നു US വെച്ച് വൈറ്റ് സാരീസിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു, ആ ഷൂട്ടിന് വെച്ചിരിക്കുന്ന ഇന്ന സാരി പെട്ടെന്ന് കൊടുത്തു വിട്, വരെ കാണിക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്കിപ്പം നമ്മുടെ ബ്രൈഡിനോട് ഷൂട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം ചെയ്യാം. അപ്പോൾ അതെടുത്തുകൊണ്ട് വന്ന് ഉടുപ്പിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് പെർഫെക്റ്റാണ്. മോഡലിൻ്റെ ബ്ലൗസും പെർഫെക്റ്റാണ്. ഹീൽസൊക്കെ ഇട്ട് ഞങ്ങൾ വെയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെയിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് കണ്ണാടിയിലൊക്കെ നമുക്ക് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഭയങ്കര സീൻ. അവിടെ ബ്രൈഡ് കരയുന്നു, ബ്രൈഡിൻ്റെ അപ്പം കരയുന്നു, ഭയങ്കര ഇമോഷണൽ പ്രോബ്ലംസ്. ഞാൻ ആദ്യം ഞെട്ടിപ്പോ എന്താ പറ്റിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ കരയുന്നത് നിങ്ങൾ? അപ്പം സന്തോഷം കൊണ്ടുള്ള കരച്ചില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് വാല്യൂ ചെയ്യാൻ പറ്റില്ല നമുക്ക്. തീർച്ചയായും എനിക്ക് അന്നേരം തോന്നാതിരുന്നിരുന്നെങ്കിലോ ഞാൻ അവിടെ നിന്ന് എടുക്കണ്ടെന്ന്. ഞാൻ ഇവിടെ കടയിൽ ഏത് വേണമെങ്കിലും നമ്മൾ പറഞ്ഞാൽ അവരെടുക്കും, എനിക്കറിയാം.
പക്ഷെ നമുക്കത് അങ്ങനെ ജെന്യുവനായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് കടയിൽ കസ്റ്റമർ വരുന്നതും അതെ അതെ ഇതേപോലൊക്കെ സംഭവിക്കുന്നു. ഇതൊക്കെ സ്ഥിരം നടക്കുന്നത്, ചിലപ്പോൾ കരയുന്നതും. അത് കഴിഞ്ഞും ഈയിടെ ഒരാൾ കരഞ്ഞു. അപ്പോൾ ആരോ പറഞ്ഞു, നിങ്ങളുടെ ബ്രൈഡൊക്കെ ഇങ്ങനെ കരയുന്നത് എന്താ ഈയുടെ കട? നമ്മുടെ ഒരു സ്റ്റാഫ് പറയും, എന്താ നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ കരയുന്നത്? ആക്ച്വലി അവർ വിചാരിച്ചു വരുന്നത് ഒത്തിരി ഡ്രീം ആണല്ലോ കല്യാണം. പ്രത്യേകിച്ച് NRI ബ്രൈഡ്സ് വരുമ്പോഴാണേ അവരിങ്ങനെ അവിടെ ഇരുന്ന് ഫോണിൽ കാണുന്നതല്ലേ ഉള്ളൂ. അല്ലാതെ അവർ അപ്ഡേറ്റഡ് ആവുന്നെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ സാരികൾ അറിയില്ല. പിന്നെ നമ്മളുടെ സ്റ്റോറിൽ വരുമ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒത്തിരി സാരികളും നമ്മൾ വെച്ചിട്ടുണ്ട്, ഓൺലൈനിൽ കാണിക്കാത്ത സാരികൾ. അതൊന്നും അവർ കാണുന്നേ ഇല്ല. അവരതൊന്നും കാണാതെ ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ നിന്നൊക്കെ കണ്ടതൊക്കെ വെച്ച് ഇമാജിൻ ചെയ്താ വരുന്നത്. വന്നു കഴിയുമ്പം ഞാൻ ആ ഫോൺ അങ്ങ് മാറ്റി വെക്കാൻ പറയും. എന്നെ കാണിക്കും ഇതൊക്കെ, ഇന്ന സാരികൾ ആൻറ്റി ഉണ്ട്. ഞാൻ പറയും അതൊക്കെ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക, ഇതിന്റെ പുതിയ വേർഷൻസ് വരുന്നുണ്ട് കാണിക്കാന്ന് പറഞ്ഞ് എടുത്ത് കടയിൽ വരുന്ന ഓഫ്ലൈനിൽ വരുന്നവർ, നമ്മുടെ ഷോപ്പിൽ വരുന്നവരെ കാണിക്കും. അപ്പോഴാ കുട്ടികളുടെ മുഖത്തൊക്കെയാണ് ഇതുപോലെ വണ്ടർഫുൾ അല്ലെങ്കിൽ ഭയങ്കര വണ്ടർ ഉണ്ടാവുന്നു. ഇത്രയും നല്ല സാരികൾ ഉണ്ടായിരുന്നു, എനിക്കൊരു ഇങ്ങനത്തെ ബ്രൈഡ് ആവാൻ പറ്റുമല്ലോ എന്ന്. അതൊക്കെ ഭയങ്കര ഭയങ്കര അതെ ബ്ലെസ്ഡ് മൊമെന്റ്സ് ആണല്ലേ. ഒരു 2018 2020 ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മിലൻ ഡിസൈൻസ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വെഡിങ് ഡ്രസ് ആണോ അത് മിലൻ എന്ന് പറയുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് 2018 വെള്ളപ്പൊക്കം വരുന്നു, 2020 കോവിഡ് വരുന്നു. ഈ ഒരു കാലഘട്ടമൊക്കെ എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട് ബിസിനസ്? എല്ലാവരെയും എഫക്ട് ചെയ്ത പോലെ തന്നെ നമ്മളെ എഫക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രൈഡൽ സാരി മാത്രമായിരുന്നു പിന്നെ സെയില്. അന്ന് അമ്പലമില്ല, പള്ളിയില്ല, സ്കൂളുകളില്ല, എല്ലാം ഓൺലൈനായി. അപ്പം നമ്മൾ ഓഫ്ലൈനിൽ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷെ ഞങ്ങളത് മാനേജ് ചെയ്ത വീഡിയോ കോൾ വഴിയാണ്. ഓൺലൈനല്ല, വീഡിയോ കോൾ ത്രൂ. നമുക്ക് എവറി ഡേ 3-4 ഫോണുമായിട്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കും, ഇന്ന സമയത്ത് വിളിക്കണം എന്ന് പറഞ്ഞു. പുറത്തുനിന്നുള്ളവരും ഈവൻ കോട്ടയം സൈഡിൽ നിന്ന് വരെ വരാൻ ബുദ്ധിമുട്ടല്ലേ, നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾക്ക് സെയിലുണ്ടായിരുന്നു. മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലെ. അന്നേരം നമുക്ക് പ്രോഫിറ്റിനേക്കാളും കൂടുതൽ നമ്മൾ സർവൈവ് ചെയ്യണം. സർവൈവലിനുള്ള ബിസിനസ് ഞങ്ങൾ അങ്ങനെ ചെയ്തു. പിന്നെ ഗ്രാജുവലി നമ്മൾ നോർമലായല്ലോ. ഓക്കെ മാം, ഞാനൊരു ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് കൊണ്ടുവന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ഞാൻ കുറച്ച് സെലിബ്രിറ്റീസിന്റെ പേര് പറയും, ഇവരെ മാം എങ്ങനെ സ്റ്റൈൽ ചെയ്യും എന്നാണ് ഫസ്റ്റ് റൗണ്ട്. ഫസ്റ്റ് ശോഭന മാം. ശോഭന എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. ശോഭനേനെ ആക്ച്വലി ശരിക്കും ട്രഡീഷണലി നല്ല പട്ടുസാരി കോൺട്രാസ്റ്റ് ഉള്ള കളർ ചൂസ് ചെയ്യും. മേ ബി വി ക്യാൻ ഗോ ഫോർ എ മെറൂൺ ആൻഡ് ഗ്രീൻ ബോർഡർ. അങ്ങനത്തെ സാരി വെച്ച് നല്ല ബിഗ് ബോർഡർ, അവൾക്ക് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, ബിഗ് ബോർഡറിലുള്ള സാരിയൊക്കെ ഉടുപ്പിച്ച് നല്ല ജിമുക്കീസൊക്കെ ഇട്ട് മുടിയൊക്കെ നല്ല താഴേക്ക് പിന്നോ അല്ലെങ്കിൽ താഴെ ഉരുട്ടിക്കെട്ടുകയോ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്റ്റൈലിങ്ങാണ് ശോഭനയ്ക്ക് ഇഷ്ടപ്പെടുന്നത്. കാവ്യ മാധവൻ ആക്ച്വലി ഡിസൈനർ സാരിയെക്കാളും കൂടുതൽ കാവ്യ എനിക്ക് കാഞ്ചീപുരം കൊടുക്കുന്നതോ അല്ലെങ്കിൽ ബനാറസി ഒക്കെ കൊടുക്കുന്നതായിരിക്കും. ബനാറസി സാരി എനിക്ക് തോന്നുന്നു കാവ്യക്ക് നന്നായിട്ട് ചേരും. ഫ്ലോയി ബനാറസി ഇപ്പം ഇത്തിരി വണ്ണം ഉള്ളതുകൊണ്ട് ഫ്ലോയി ആയിട്ടുള്ള ബനാറസി സാരി ആണെങ്കിൽ കാവ്യക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് കംഫർട്ടബിളായിട്ട് നടക്കാനും പറ്റും. നമ്മൾ കംഫർട്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് കോൺഫിഡൻസും അല്ലെങ്കിൽ സ്റ്റൈലും ഒക്കെ വരുള്ളൂ. കളർ ഏത് ചൂസ് ചെയ്യും? ഞാനിപ്പം മനസ്സിലോർത്തുള്ളൂ, എനിക്കൊരു ഓറഞ്ചിഷ് കളറൊക്കെ കാവ്യക്ക് നല്ലതായിരിക്കും, ഫസ്റ്റ് ഓറഞ്ച് ഒക്കെ. ഓക്കെ. പിന്നെ മാം പറയുന്ന കേട്ടു ജാൻവി കപൂറിനെ സ്റ്റൈൽ ചെയ്യണം ഭയങ്കര ആഗ്രഹമാണെന്ന്. ജാൻവി കപൂറിനെ ഇപ്പൊ ഫ്രണ്ടിൽ കിട്ടിയ എങ്ങനെ സ്റ്റൈൽ ചെയ്യും? ജാൻവി കപൂറിനെ ഇപ്പൊ കിട്ടിയാൽ ഞാൻ ആക്ച്വലി ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. ഇല്ല അതല്ല, പക്ഷെ പുള്ളിക്കാരി സ്ഥലത്തില്ല. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് വേണ്ടാന്ന് ഒരു തീരുമാനത്തിലെടുത്തായിരുന്നു. ജാൻവി കപൂറിനെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഒള്ളി സാരി എന്ന് പറഞ്ഞാൽ ബ്ലൗസ് ഒക്കെ ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ബ്ലൗസ് ആയിരിക്കും ഇടണം. എന്നിട്ട് നല്ല നെറ്റിന്റെ ഒക്കെ സാരി, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരി സ്റ്റൈൽ ചെയ്യണം. അടുത്തത് ദീപിക പദുക്കോൺ. ദീപിക നല്ല ഹൈറ്റ് ഉണ്ട്. ദീപികയ്ക്ക് ആക്ച്വലി ദീപിക എല്ലാ ലുക്കിലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ദീപികയുടെ ലുക്ക് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റാണ്. എൻ്റെ മോളുടെ ലുക്ക് ദീപികയുടെ ലുക്കാണ് എപ്പോഴും, അല്ലെങ്കിൽ ഐശ്വര്യ റോയ് ഒക്കെ ചെയ്യുന്ന പോലത്തെ സ്റ്റൈലിങ് അവൾ ചെയ്യുന്നത്. അതുകൊണ്ട് ദീപിക പദുക്കോണിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈവൻ അനാർക്കലി ഇട്ടാൽ പോലും ദീപിക ഇട്ടാല് വേറൊരു ലെവലാണ്. ഈവൻ സാരിയെക്കാളിലും കൂടുതൽ അങ്ങനത്തെ ഡ്രസ്സ് അല്ലെങ്കിൽ നല്ല ഫ്ലെയർ ഉള്ള ലെഹങ്കാസ് ഒക്കെ ഇട്ടിട്ടുള്ള ദീപികയുടെ ലുക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ. അപ്പം ഇപ്പൊ ഒരുപാട് ഔട്ട്ഫിറ്റ്സ് ആയിക്കോട്ടെ, സാരി ആയിക്കോട്ടെ, ഒക്കെ ഡിസൈൻ ചെയ്യുന്ന മാമിന്റെ വാർഡ്രോബിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് എന്തായിരിക്കും? സാരിയിൽ ഏതായിരിക്കും? കാഞ്ചീപുരം.
ഓക്കെ മാം. പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് നമുക്ക് ചില കളർ ചില ആൾക്കാർക്ക് ചേരില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ആക്ച്വലി എല്ലാവർക്കും യെല്ലോ ചേരും. ബ്ലാക്ക് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല ബ്ലാക്ക് ആയിട്ടുള്ളവരും ബ്ലാക്ക് കൊടുത്താൽ നല്ലതാണ്. നല്ലതായിരിക്കും. ബ്ലാക്കിൽ ഒരു ഗോൾഡ് ഓർ സിൽവർ ഉണ്ടെങ്കിൽ അതിനൊരു ഭയങ്കര എലഗൻസാണ്. പക്ഷെ നമ്മൾ അപ്പിയർ ചെയ്യുന്ന പോലെ നമ്മുടെ എക്സസറൈസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ജ്വല്ലറിയും ഈവൻ ഒരു മുല്ലപ്പൊക്കെ വെക്കുന്ന സ്റ്റൈലാണെങ്കിൽ എല്ലാവർക്കും ചേരും. ഞാൻ നേരത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരിയുടെ കാര്യം ചോദിച്ചല്ലോ. അപ്പൊ ഇവരെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു എത്ര രൂപയാണ് ആ സാരിക്ക്? അതിന് എത്ര വിലയാണ് ഇപ്പൊ? കയ്യും കാലാശം കാണിക്കുന്നു. ചോദിക്കുന്നു. 3-4 ലക്ഷം രൂപയുടെ സാരി വരെ ഞാൻ എടുക്കും. ഞാൻ ആക്ച്വലി അത്ര ഒത്തിരി വർക്കുള്ള ഹെവി സാരി അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പം ഞാനത് യൂസ് ചെയ്ത് തുടങ്ങി. ബിക്കോസ് അതിപ്പോൾ ഫാഷനാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കുമല്ലോ, അതിനകത്ത് പ്രോഡക്റ്റ് ഇടുന്ന പോലെ ഇരിക്കും. ഒരു 4 ലാഖിനൊക്കെ 4 ലാഖ് 5 ലാഖിനുള്ളിലുള്ള സാരി വരെ ഒക്കെ ഞാൻ യൂസ് ചെയ്യും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അല്ല, മക്കളുടെ കല്യാണത്തിന് അതുപോലെ നമുക്ക് നല്ല ഫങ്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അത് പ്യുവർ ഗോൾഡ് ആയിരിക്കുമല്ലോ, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അങ്ങനെ യൂസ് ചെയ്യും. അപ്പോൾ ഇനിയും അടുത്ത ഉടനെ തന്നെ വരുന്നുണ്ട് ഒരു ഫംഗ്ഷൻ. So I'm getting ready for that. ഓക്കെ മാം സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ഇതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആണ്. പക്ഷെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് ഒരു ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഷെല്ലിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് ഒരു അഡ്വൈസ് ആയിരിക്കും? കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഭയങ്കരമായിട്ട്. കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാമെന്ന് എന്ത് വിചാരിച്ചാലും നടക്കും. നമ്മൾക്കിപ്പോൾ അപ്രോച്ചബിൾ അല്ല എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ തിങ്ക് ചെയ്തിട്ട് അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം അവരെ എന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കും എന്നുള്ളത് എനിക്ക് ഷുവറാണ്. വെറുതെ ചോദിച്ചു നോക്കുന്നു, വെറുതെ ചോദിച്ചാലും ചിലപ്പം മേ ബി അവരങ്ങനെയൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. നമ്മളുടെ ഇതാണ്, അയ്യോ ഇനി ശരിയാവോ എന്ന്. പക്ഷെ നടക്കും. നമ്മൾക്ക് എന്താഗ്രഹിച്ചാലും അത് നടക്കും. നടക്കാനുള്ള മനസ്സ് വേണം നടത്താൻ. മാം, അപ്പോൾ July 4th നമ്മുടെ മിലൻ ഫ്ലാഗ്ഷിപ്പ് ഉടൻ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് ഇനിയും ഒരുപാട് നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് ഡിസൈൻസ് ഒക്കെ ഇനിയും നമുക്ക് സമ്മാനിക്കട്ടെ. ഇനിയും നമുക്ക് കാണണം. ഷുവർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. അപ്പോൾ എല്ലാവരും July 4th 10:30 AM പി തുഷാർ റോഡിൽ നമ്മുടെ മിലൻ ഡിസൈൻ്റെ പുതിയ ഷോറൂമിൽ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.